അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം നൽകിയ ഒരു അമൂല്യ നിധിയാണ് ഹിദായത്ത് എന്ന് നാം പറഞ്ഞു. ആ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോകുക എന്നതാണ് രണ്ടാമത്തെ വിഷയം. അതിന് ഇസ്തിഖാമത്ത് എന്നാണ് പറയുക. ഹിദായത്ത് അള്ളാഹുവിൻ്റെ വക ഓശാരമാണ്. അള്ളാഹു തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രം. ആരെയൊക്കെയാണ് തിരഞ്ഞെടുക്കുക എന്ന് അഡ്വാൻസായി അള്ളാഹു താല പ്രഖ്യാപിക്കാറില്ല. അസ്ബാബുകളെ അള്ളാഹു താല ചിലപ്പോൾ അനുകൂലമാക്കി എന്ന് വരും, കാരണങ്ങളെ അള്ളാഹു താല അനുകൂലമാക്കി എന്ന് വരും, ആ കാരണങ്ങളിൽ നിന്ന് അള്ളാഹു താല അയാളെ സെലക്ട് ചെയ്തെന്നും വരും. പക്ഷെ എന്താണ് കാരണം, എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് നമുക്കറിയില്ല. വ്യത്യസ്ത രീതിയിൽ വ്യക്തികളിൽ അള്ളാഹു താല അയാളുടെ അഹ്വാലുകളെ തിരിക്കും, അവസ്ഥകളെ തിരിക്കും. ഈ അവസ്ഥകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന് സബബാക്കി അംഗീകരിച്ചെന്ന് വരും. അപ്പം നമ്മളിങ്ങനെ സാങ്കല്പികമായിട്ട് പറയും, ഇന്ന കാരണത്താലാണ് അയാൾക്ക് ഹിദായത്ത് കിട്ടിയത്, അല്ലെങ്കിൽ ഇന്ന കാരണത്താലാണ് അയാൾ നന്നായതെന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നില്ല. അതൊന്നും ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ പറ്റുന്ന വിഷയങ്ങളല്ല. ഇവിടെ അടിസ്ഥാന വിഷയം ഹിദായത്ത് എന്നത് അള്ളാഹുവിൻ്റെ വക ഓശാരമാണ്. അത് സാമർഥ്യം കൊണ്ടോ മിടുക്ക് കൊണ്ടോ കിട്ടൂല എന്ന് നമ്മൾ പല തവണ വളരെ കൃത്യമായി പറഞ്ഞ വിഷയമാണ്. ഒരു നബിൻ്റെ കെയർ ഓഫിൽ കിട്ടണമെന്നില്ല, റസൂലിൻ്റെ കെയർ ഓഫിൽ കിട്ടണമെന്നില്ല, ഒരു വലിയൻ്റെ കെയർ ഓഫിൽ ഒരാൾക്ക് ഹിദായത്ത് കിട്ടണമെന്നില്ല. ഇങ്ങനെ ഒരു കെയർ ഓഫും ഹിദായത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു താല പരിഗണിക്കാറില്ല. അതിന് ഉദാഹരണം അള്ളാഹു തന്നെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങൾക്കതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു താല പറഞ്ഞത്, നൂഹിൻ്റെ ഭാര്യയെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ആ നൂഹ് 1950 കൊല്ലം മെനക്കെട്ടിട്ടും ആ ഭാര്യയ്ക്ക് നേരെ ചൊവ്വയാക്കാൻ വേണ്ടിയിട്ട് നൂഹിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ആ ഭാര്യ കാഫിറായിട്ട് ചത്ത് നരകത്തിലേക്ക് പോയി. നൂഹ് നബിൻ്റെ ഭാര്യയെ പറ്റി അള്ളാഹു തആല പറഞ്ഞത് അതാണ്, നരകത്തിൽ കിടന്ന് കരിയുന്നവരോടൊപ്പം ആ പെണ്ണുങ്ങളെ ഞാൻ കരിക്കുന്നതാണ് എന്ന്. രണ്ടാമത് അള്ളാഹു ലൂത്ത് നബിൻ്റെ ഭാര്യയെ സംബന്ധിച്ചും പറഞ്ഞു തന്നു. ലൂത്ത് നബി ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പക്ഷെ ആ ഭാര്യയ്ക്ക് ലൂത്ത് നബിൻ്റെ കെയർ ഓഫിൽ അള്ളാഹു തആല ഹിദായത്ത് കൊടുത്തില്ല. ലൂത്ത് നബിൻ്റെ പെണ്ണും നരകത്തിലേക്ക് പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞ വിഷയമാണത്. ഇംറഅത്ത നൂഹിൻ വംറഅത്ത ലൂത്ത് കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈനി ഫഖാനതാഹുമാ വഖീല ദുഖുലൻ നാറ ഫലം തുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈഅ. അതാണ് വല്ലാത്ത വാക്ക്. ഫലം തുഗ്നിയാ, അവർ രണ്ടാൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. മിനല്ലാഹി ശൈഅ, ഭർത്താവ് റസൂലാണ്, ഭർത്താവ് നബിയാണ്. ആ കെയർ ഓഫിൽ അള്ളാഹുവിൽ നിന്നൊന്നും നേടാൻ ആ പെണ്ണുങ്ങൾക്ക് രണ്ടാൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞ് അവസാനിപ്പിച്ചു, വഖീല ദുഖുലൻ നാറ മഅ ദാഖിലീൻ, നരകത്തിൽ കരിഞ്ഞൊടുങ്ങുന്നവരോടൊപ്പം ആ രണ്ട് പെണ്ണുങ്ങളും ഒടുങ്ങുന്നതാണ്. ഏത് കെയർ ഓഫിലാണ് നമ്മൾ ഹിദായത്ത് പ്രതീക്ഷിക്കുന്നത്? ഏത് തങ്ങളെ കെയർ ഓഫിൽ, ഏത് ഷെയ്ഖിൻ്റെ കെയർ ഓഫിൽ? അള്ളാഹുവിൻ്റെ മുർസലായ നബിക്ക് പോലും കെയർ ഓഫ് ഉപയോഗിക്കാൻ പറ്റൂല എങ്കിൽ പിന്നെ ഏത് അണ്ടനാണ്, അടകോടനാണ് കൂട്ടുകാരെ കെയർ ഓഫ് ഉപയോഗിക്കാൻ പറ്റുക? ആർക്കാണ് ഉപയോഗിക്കാൻ പറ്റുക? ആരുടെ കെയർ ഓഫ് ഉപയോഗിച്ചിട്ട് രക്ഷപ്പെടാനാണ് ഭാവം? വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ബാപ്പാനെ പരിചയപ്പെടുത്തി തന്നു, ആസറിനെ. ആസർ നമ്രൂദി രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ആത്മീയ പുരോഹിതനാണ്. അന്ന് ഇറാഖ് ഭരിക്കുന്ന നമ്രൂദിൻ്റെ ഭരണകൂടത്തെ താങ്ങി നിർത്തിയത് ആസറും ആസറിൻ്റെ ആത്മീയ ചര്യകളുമാണ്. ഏത് കാലഘട്ടത്തിലും ഭരണകൂടത്തെ താങ്ങി നിർത്തുന്ന ഒരു വലിയ ശക്തി ആത്മീയ ശക്തിയായിരിക്കും. അതുകൊണ്ടാണ് വർത്തമാന കാലഘട്ടത്തിൽ ഭരണകൂടങ്ങൾ സൂഫികളെയും സൂഫി ഷെയ്ഖുകളെയും പൂവിട്ട് പൂജിക്കുന്നത്. അതുകൊണ്ടാണ്. കാരണം സൂഫികളുടെ അഡ്രസ്സിൽ നല്ലൊരു ശതമാനം വോട്ട് ഭരണകൂടത്തിന് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ മുസ്ലിമീങ്ങൾ ആദർശപരമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഭരണകൂടത്തോട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് താല്പര്യം അള്ളാഹുവിനോടായിരിക്കും. അതുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്താൽ അവർ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധം, മനസ്സ് കാലിയായി നിൽക്കില്ല ഒരിക്കലും. മനുഷ്യൻ്റെ ഹൃദയം ഒരിക്കലും കാലിയായി നിൽക്കൂല. ഏതെങ്കിലും ഒരുത്തിയിൽ ആശ്രയിച്ചിട്ടേ നിൽക്കുകയുള്ളൂ. ഒന്നിക്കലും അള്ളാഹുവിനെ ആശ്രയിക്കും, അള്ളാഹിനെ വിട്ടാൽ അസ്ബാബിനെ ആശ്രയിക്കും. അസ്ബാബും അള്ളാഹുവും രണ്ടും ഒന്നിച്ച് നടക്കും, ഒരു കാരണവശാലും നടക്കൂല. മാഫി ജൗഫിഹി മിൻ ഖൽബൈൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞതാണ്, ഒരു മനുഷ്യന്റെ ഉള്ളിൽ രണ്ട് ഹൃദയത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിട്ടില്ല എന്ന്. മാ ജഅല അല്ലാഹ് സ്ഥാപിച്ചിട്ടില്ല.
ഒരു കാരണവശാലും രണ്ട് കാര്യങ്ങൾ നടക്കൂല. ഒരു കുപ്പിയിൽ ഒന്നിക്കൽ പാല് നിറക്കാൻ പറ്റും, അല്ലെങ്കിൽ കള്ള് നിറക്കാൻ പറ്റും. രണ്ടും ഒന്നിച്ച് നിറക്കാൻ പറ്റൂല. കള്ളുപാല് എന്നാരും പറയാറില്ല. പാലാണെങ്കിൽ പാല് മാത്രം, കള്ളാണെങ്കിൽ കള്ള് മാത്രം. പാല് നിറക്കണമെന്നുണ്ടെങ്കിൽ കള്ള് ഒഴിവാക്കണം, കള്ള് നിറക്കണമെന്നുണ്ടെങ്കിൽ പാല് ഒഴിവാക്കണം. ഇതാണ് ഹൃദയത്തിൻ്റെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട ഒരനുയായി, ഇഷ്ടപ്പെട്ട ഒരടിമ, അനുയായി അല്ല ഒരടിമ, അതെത്ര സാധാരണക്കാരനായാലും ശരി, ഒരഡ്രസ്സും ഇല്ലാത്ത ആളായാലും ശരി, അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ അസ്ബാബുകളെ അല്ലാഹു തആല അനുകൂലമാക്കിയെടുക്കും. തൊട്ടടുത്ത അല്ലാഹു തആല ഫിറഔന്റെ ഭാര്യ ആസിയാനെ പരിചയപ്പെടുത്തിയത് അതുകൊണ്ടാണ്. ഒരഡ്രസ്സും ഇല്ലാതെ ജീവിക്കുന്ന, ദീനിയായി ആത്മീയമായി ഒരു ഗുണവും ഗണവും ഇല്ലാത്ത സമൂഹത്തിൽ നിന്നും ഞാൻ ചിലപ്പോൾ നല്ല വ്യക്തികളെ തിരഞ്ഞെടുക്കും. അത് നിങ്ങൾക്ക് ഉദാഹരണം, ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഫിറൗന്റെ ഭാര്യ ആസിയ. ഹദീസിൽ ആസിയ എന്ന് ഒരുപാട് പ്രാവശ്യം ഒരുപാട് ഹദീസുകളിൽ ആസിയ എന്ന് പേര് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമൂഹത്തിൽ പുരുഷന്മാരിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ അല്ലാഹു തആല ഉന്നതന്മാരാക്കിയിട്ടുണ്ട്. സ്ത്രീകളിൽ നിന്ന് ആകെ 4 ആളെ മാത്രമേ അത്തരത്തിലെത്തിച്ചിട്ടുള്ളൂ. അതൊന്ന് ആസിയ ഇംറഅത ഫിർഔൻ, ഫിറൗന്റെ ഭാര്യയായ ആസിയാണെന്ന് പേരെടുത്ത് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് മറിയം ബിൻത് ഇമ്രാൻ, ഈസ നബിന്റെ ഉമ്മയായ മറിയമാണെന്ന്. മൂന്നാമത്തേത് ആരാന്നറിയോ? എൻ്റെ ഭാര്യ ഖദീജയാണെന്ന്. 4-ാമത്തെ ആളാരാന്നറിയോ? സിദ്ദീഖിന്റെ മകൾ ആയിഷയാണെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദർബാറിൽ ഈ 4 സ്ത്രീകളെയാണ് പേരെടുത്ത് പ്രശംസിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നാം ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹായ ചീത്ത പറയുന്ന ഇറാനിയൻ ഷിയാക്കൾ കൊടിയ കാഫിര്യങ്ങളാണ് എന്ന് നാം പറയുന്നത്. എന്തുകൊണ്ടാണ്? അത് ഖുർആന്റെ നസ്സിനെ നിഷേധിക്കുന്നവരാണ്. ആയിഷ റളിയല്ലാഹു തആല അന്ന തനി തേവിടിച്ചിയാണെന്ന് വിശ്വസിച്ചെങ്കിലേ ഒരു ഷിയാക്ക് ഷിയാ മതക്കാരനാവുള്ളൂ. ഏതുപോലെ മറിയം ബീവിയെ തേവിടിച്ചിന് വിശ്വസിച്ചാലേ ജൂതനാകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേലി ജൂതൻ, ഇറാനിയൻ ജൂതൻ എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മത്തിൽ മറിയം ബീവിയെ ചീത്ത പറഞ്ഞത് ഇസ്രായേലി ജൂതൻ, മുഹമ്മദ് നബിന്റെ ഉമ്മത്തിൽ ആയിഷ ബീവിയെ ചീത്ത പറഞ്ഞ ഇറാനിയൻ ജൂതൻ. വല്ലാഹി ഈ ജൂതന്മാരും ഒരിക്കലും ഇസ്ലാമിന് ഒരു ഗുണവും ചെയ്യുകയില്ല ഖിയാമത്ത് നാൾ വരെ. അവര് ജൂതൻ കാഫിറാണ് എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ കാഫിറാണ്. കാരണം ഖുർആന്റെ നസ്സിനെ നിഷേധിച്ചവനാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെയും നുബുവത്തിനെയും അവിടുത്തെ വാചകങ്ങളെയും നിഷേധിച്ചവരാണ്. അത്ര അപകടകാരികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ ഫിർഔന്റെ ഭാര്യ ആസിയക്ക് അഡ്രസ്സ് കൊടുത്തു. എന്താണ് അഡ്രസ്സ്? മറുഭാഗത്തുള്ളത് ഫിർഔനാണ്, പിന്നെ ഫിർഔന്റെ പോലീസ്, പിന്നെ ഫിർഔന്റെ പട്ടാളം. ആത്മീയ രംഗത്ത് ഒരു അഡ്രസ്സും ഉള്ളവരല്ല അവർ. പക്ഷെ ആസിയാനെ അല്ലാഹു തആല സെലക്ട് ചെയ്തു. ഇവിടെ അല്ലാഹു തആല പരിഗണിച്ചത് ആസിയ എന്ന വ്യക്തിയെയാണ്. ഇതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പാനെ അല്ലാഹു തആല പരിഗണിച്ചില്ല. ആസർ പൂർവിക മതമനുസരിച്ച് ജീവിച്ച ആളായിരുന്നു ആസർ. അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ച ആളായിരുന്നു ആസർ. ഒപ്പം നക്ഷത്രങ്ങളുടെ റൂഹുകൾക്കടക്കം ചില ദിവ്യശക്തികൾ ഉണ്ടെന്ന് വിശ്വസിച്ച് അവകളെ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഇടയാളാക്കി നിർത്തിയത് കൊണ്ടാണ് ആസർ കാഫിറായത്. ആസർ നരകത്തിലേക്ക് പോയി. അഷ്റഫുൽ എന്താ പറഞ്ഞതെന്നറിയുമോ? ചത്ത് നാറിയ കഴുതപ്പുലിയുടെ ശവം വലിച്ചെറിയുന്നത് പോലെ ആസറിന്റെ ശരീരം അല്ലാഹു തആല നരകത്തിൽ വലിച്ചെറിയുന്നതാണ് എന്ന്. ഇത്ര കടുപ്പാണ് ആ വാക്ക്. നിങ്ങൾ അയച്ചു നോക്കിയേ. എന്താ അഷ്റഫുൽ ഖൽക്കിന് ഒരു സ്നേഹവും ഇല്ലാതെ പോയോ? സമൂഹത്തോടില്ല. ആദർശത്തിനാണ് പ്രസക്തി, തൗഹീദനാണ് വില. ഇസ്ലാമിൻ്റെ അഡ്രസ്സിൽ തൗഹീദ് മാത്രമാണ് വിലയുള്ളത്. ബാക്കിയെല്ലാം ഇൻസാനിയത്തിൻ്റെ അഡ്രസ്സിലാണ്, മനുഷ്യൻ എന്ന അഡ്രസ്സിലാണ്. ഇസ്ലാമിൻ്റെ അഡ്രസ്സിൽ തൗഹീദ് മാത്രമാണ്. എന്തിനും ഏതിനും അല്ലാഹു മാത്രം. ഈ രീതിയിൽ ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് വ്യക്തികളോട് അല്ലാഹു തആല അപേക്ഷിച്ചത് എന്താണെന്നറിയുമോ? പറഞ്ഞത് എന്താണെന്നറിയുമോ? മരിക്കുന്നത് വരെ ഈ ഹിദായത്ത് ലൈവായിട്ട് സൂക്ഷിച്ചോളണം. ഹിദായത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഹിദായത്തിന് സന്മാർഗം അർത്ഥം വെച്ചിട്ട് ഞാനും സന്മാർഗത്തിലെ കൃത്യമായ 5 നേരം നിക്കരിക്കാറുണ്ടെന്നൊന്നും പറഞ്ഞു നടക്കണ്ട. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ കൃത്യമായ അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചുവിടാനുള്ളൊരു മാനസികാവസ്ഥ ആർക്കുണ്ടോ അവൻ ഹിദായത്തിലാണ്. മറ്റൊരു മനുഷ്യൻ അവൻ നല്ല നിസ്കാരക്കാരനാണ്, നോമ്പുകാരനാണ്, ജക്കാത്തുകാരനാണ്, ഹാജിയാണ്, പള്ളി നടത്തുന്ന ആളാണ്, ദർസ് നടത്തുന്ന ആളാണ്, കോളേജ് നടത്തുന്ന ആളാണ്.
യത്തീംഖാന മിസ്കീൻഖാന മുതൽ സകല ഖാനകൾ നടത്തുന്ന ആളാണ്. കോടികൾ സമൂഹത്തിന് വേണ്ടി ചെലവാക്കുന്ന ആളാണ്. അയാൾ അമലുകളൊന്നും ഒഴിവാക്കാറില്ല. രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്. എല്ലാ കാര്യത്തിലും വളരെ കറക്റ്റാണ് ആള്. പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അള്ളാഹു അല്ലാത്ത വ്യക്തികളിലേക്കോ ശക്തികളിലേക്കോ അയാളെ മനസ്സ് നീങ്ങാറുണ്ട്. അയാൾ ലലാലത്തിലാണ്, അയാൾ ഹിദായത്തിലല്ല. ഇതാണ് ഹിദായത്തും ലലാലത്തും വേർതിരിക്കാനുള്ള മാനദണ്ഡം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഹിദായത്തും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ലലാലത്തും അർത്ഥം തിരിയാതെ നട്ടം തിരിയൊന്നും ചെയ്യണ്ട. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും നമ്മളെപ്പറ്റി തീരുമാനം എടുക്കാവുന്നതാ. ആ തീരുമാനം എടുക്കാൻ ആരെയും ചീട്ടൊന്നും വേണ്ട. ഞാനും നിങ്ങളും ഹിദായത്തിലാണോ ലലാലത്തിലാണോ തീരുമാനം എടുക്കാൻ പറ്റും. പിന്നെ തീരുമാനം എടുക്കാൻ പറ്റാത്ത എന്താണ്? അത് മരിക്കുന്നവരെ നിലനിൽക്കോ ഇല്ലേ, അത് തീരുമാനം എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ആണോ അല്ലേ, തീർച്ചയായിട്ടും തീരുമാനം എടുക്കാൻ പറ്റും. ഈ നിൽക്കുന്ന എനിക്ക്, അല്ലെങ്കിൽ ഇരിക്കുന്ന നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം കേൾക്കുന്നവർക്ക്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരിക, ഒന്നിക്ക് രോഗം കൊണ്ടുള്ള പരീക്ഷ, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷ, അല്ലെങ്കിൽ ഭാര്യ മക്കളെ കൊണ്ട് ഭർത്താവ് മക്കളെ കൊണ്ടുള്ള പരീക്ഷ, ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ ഹമ്മിൽ ഉൾപ്പെടാതെ, അതായത് ആകെ ടെൻഷൻ അടിക്കാതെ ആ പ്രശ്നങ്ങൾ മുഴുവനും അത് എൻ്റെ അള്ളാൻ്റെ ഖദർ അനുസരിച്ചേ നടക്കുകയുള്ളൂ. ഇന്ന് ഖൈറാണെങ്കിൽ നാളെ ഒരു പക്ഷേ ഷർറ്, ഇന്ന് ഷർറാണെങ്കിൽ നാളെ ഒരു ഖൈറ്. എൻ്റെ അള്ളാഹ് എന്താണ് എന്നോട് പറയാം? വൽ ഖൈറു കുല്ലുഹു ബിയദൈ വശർറു ലൈസ ഇലൈക്. അള്ളാഹ്, ഖൈറ് എന്ന് പറഞ്ഞത് മുഴുവനും നിന്റെ കയ്യിൽ മാത്രമാണ് അതിൻ്റെ ഉടമസ്ഥതാവകാശം. ഷർറ് അത് നിന്നിലേക്ക് നേരെ ചേരുകയും ഇല്ല. നമുക്ക് തോന്നുന്നതാണ് ഷർറെന്ന്. ബസ് കൈകാട്ടി ബസ് നിർത്തിയില്ല. നമ്മളെന്താ സാധാരണ ചെയ്യുക? ഡ്രൈവറെ കുറേ ചീത്ത പറയും. അപ്പം അഹങ്കാർ ബസ് നിർത്താതെ പോയി. നമ്മളാകെ ഒരു മൂമിനെ സംബന്ധിച്ചോളം ആരും ചീത്ത പറയലുമില്ല, ആരും കുറ്റം പറയലുമില്ല. ആ ബസ് പോയി, ഖദ്ദറല്ലാഹു മാ ശാ ഫഅൽ. ആ ബസ് പോയിട്ട് അപ്പുറത്തെ പാലത്തിൻ്റെ അടുത്ത് താഴേക്ക് പുഴയിലേക്ക് മറിഞ്ഞ് 10 എണ്ണം മരിച്ചു. 25 എണ്ണം ആശുപത്രിയിലായി. ഇവൻ പിറ്റേ വന്ന ബസ്സിലാണ് ഇവൻ കയറിപ്പോയത്. അവിടെ എത്തുമ്പോഴാണ് ആ ബസ് മറിഞ്ഞായിട്ട് കാണുന്നത്. ഇപ്പം എന്താ ഇപ്പം പറയുക? ഖദ്ദറല്ലാഹു മാ ശാ ഫഅൽ. അതിലും എനിക്ക് അത്ഭുതമില്ല. അള്ളാഹ് തീരുമാനിച്ചു, കാര്യം നടന്നു. എൻ്റെ അള്ളാഹ് ഞാൻ ഇങ്ങനെ ആകണം തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് ആ ബസ് നിർത്തിയില്ല. ഇതൊക്കെ ക്രെഡിറ്റ് എൻ്റെ അള്ളാഹ്ക്ക്. അൽഹംദുലില്ലാ. അൽഹംദു എന്നുള്ള വാക്കിന് ശരിക്കും അർത്ഥം വെക്കാൻ പറ്റിയ എല്ലാ ക്രെഡിറ്റും ആർക്ക് അവകാശപ്പെട്ടതാണ്? ഈ സ്തുതി എന്നൊക്കെ അർത്ഥം വെച്ചിട്ട് കൊളാക്കിയതാണ്. എന്താണ് സ്തുതി? സ്തുതി എല്ലാവരും ഉപയോഗിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോഴത്തെ സാധാരണ ലഘുറൽ ഭാഷയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ക്രെഡിറ്റും അള്ളാഹ്ക്കാണ്. ക്രെഡിറ്റ് എന്താ മലയാളത്തിൽ പറയാ? അതെനിക്കറിയില്ല. ക്രെഡിറ്റ്, അതിൻ്റെ ക്രെഡിറ്റ് ഇന്നാക്കാം, അതിൻ്റെ ക്രെഡിറ്റ് ഇന്നാക്കാന്ന് പറയില്ല നമ്മൾ. അപ്പോൾ ഈ കാര്യങ്ങൾക്കുള്ള എല്ലാ ക്രെഡിറ്റും നാം വകവെച്ച് കൊടുക്കേണ്ടത് ആർക്കാണ്? അള്ളാഹ്ക്കാണ്. അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് ഈ ഹംദ് വലിയ ഭയങ്കരമായ കാര്യമായത്. വെള്ളം കുടിച്ചു, അൽഹംദുലില്ലാ. എൻ്റെ ഒരു സാമർഥ്യം ഇതിലില്ല, ഇതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് എൻ്റെ അള്ളാഹ്ക്കാണ്. എൻ്റെ ദാഹം തീർന്നു, അൽഹംദുലില്ലാ, ക്രെഡിറ്റ് അള്ളാഹ്ക്കാണ്. എൻ്റെ വിശപ്പ് തീർന്നു, അൽഹംദുലില്ലാ, ക്രെഡിറ്റ് അള്ളാഹ്ക്കാണ്. എനിക്കോ ഹോട്ടലേറിനോ കീശയിലെ പൈസയോ ഇതൊന്നും ഇനി വിഷയമല്ല, ഇതെല്ലാം വിഷയം എൻ്റെ അള്ളാഹുവാണ്. എന്തൊരു രസമാണ് മൂമിൻ്റെ ജീവിതം എന്ന് ആലോചിച്ച് നോക്കിയത്. എന്തൊരു ആനന്ദമാണ് മൂമിൻ്റെ ജീവിതം. അജബല്ലി അംരിൽ മൂമിൻ. മൂമിനിൻ്റെ കാര്യം എന്തൊരു അത്ഭുതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയ വ്യക്തികളോട് അള്ളാഹു തആല പറഞ്ഞത് അതാണ്. മരിക്കുന്നത് വരെ പോറലേൽക്കാതെ സംരക്ഷിച്ചോളണം. ഏത് സമയത്തും ഡിസ്മിസാവാ. നിങ്ങൾക്ക് ഞാൻ ഈ തന്നിരിക്കുന്ന ഹിദായത്ത് എന്ന ഭയങ്കരമായ യോഗ്യതയില്ലേ, ആ യോഗ്യത ഏത് സമയത്തും ഡിസ്മിസാവാം. ഇമ്മാ ബി ഖൗലിക് വ നിയ്യതിക് വ അമലിക്. ഒന്നിക്കിൽ നിന്റെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടായിരിക്കാം അത് ഡിസ്മിസാകുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിന്റെ മനസ്സിലെ ചില തീരുമാനങ്ങൾ കൊണ്ടായിരിക്കും. നീ പ്രവർത്തിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, നീ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ, അപ്പം തന്നെ ഡിസ്മിസാവും. ഭാര്യക്കും കുട്ടിക്കും രോഗമായപ്പോൾ അജ്മീറിലേക്ക് പോകാം എന്ന് നീ തീരുമാനിച്ച് ടിക്കറ്റ് എടുത്തിട്ടേ ഉള്ളൂ, പോയിട്ടില്ല. അപ്പം തന്നെ നിന്റെ ഹിദായത്ത് ഡിസ്മിസ്സാണ്, അല്ലെങ്കിൽ സസ്പെൻഡാണ്. പോണോന്നില്ല. നിന്റെ നിയ്യത്ത് കൊണ്ട് തന്നെ അത് കാലിയായി. പ്രവൃത്തി കൊണ്ട് പോയി, അല്ലെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, വേറെ നിയ്യത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴാ ഒരു ജാറം കണ്ടത്, പെട്ടെന്ന് കീശിന്ന് പൈസ എത്തിച്ച ജാറത്തിലേക്ക് വലിച്ചെറിഞ്ഞു. നിന്റെ അമല് കൊണ്ട് ഷഹാദത്ത് ബാത്തിലായി, നിന്റെ ഹിദായത്ത് നീ ബാത്തിലാക്കി. ആകെ നീ ₹1 നാണയ വലിച്ചെറിഞ്ഞിട്ടുണ്ടാകുക. നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ ഹിദായത്താണ്. നിന്റെ ഹിദായത്ത് ഭൂലോകം മുഴുവനും കൊടുത്താലും കിട്ടാത്ത നിന്റെ ഹിദായത്താണ് നിനക്കിപ്പോൾ നഷ്ടപ്പെട്ടത്. ഈ നാണയത്തൊട്ടുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ വാക്കുകൊണ്ട്.
കാലൊന്ന് മുട്ടി കല്ലിന്, ഭയങ്കര വേദന. മൊയ്തീശേക്ക് തങ്ങളെ എന്നാണ് നിന്റെ വായിൽ വന്നത്. എനിക്ക് മമ്പർത്ത തങ്ങളെ, കാസർഗോഡുകാർ ഏത് തങ്ങളെ വിളിക്കാതെ എനിക്കറിയില്ല. ഇപ്പം പുതിയ 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 തങ്ങന്മാരെല്ലാം ഇറക്കുമതി സമയം, ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പേരെല്ലാം പഠിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുവരെ പഴയത് ഉപയോഗിക്കും. ഇനി പഠിച്ചു വന്നാൽ ചിലപ്പം കൂറാന്നോ പാറ്റാന്നൊക്കെ ഉപയോഗിച്ചെന്ന് വരും. എന്നാലും ശരി, ആ വിളിക്കലോടുകൂടി ഹിദായത്ത് ഒന്നിക്ക് ഡിസ്മിസാണ്, അല്ലെങ്കിൽ സസ്പെൻഡാണ്. ഒറ്റ വിളിയുണ്ട്, ഒറ്റ വിളിയുണ്ട്. ചിലപ്പോൾ പള്ളിയിൽ നിസ്കരിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക, ഖുർആൻ ഓതിയിട്ട് ഇറങ്ങുന്നുണ്ടാവുക, വിക്ർ തസ്ബീഹാത്തുകൾ നടത്തിയിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഇനി അള്ളാഹിനോട് ഒരുപാട് ദുആ ചെയ്തിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ് ഖുർആൻ ഓതിയിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. ഇറങ്ങിയിട്ട് ഇങ്ങനെ റോട്ടുമിലേക്ക് നടക്കുമ്പോഴാണ് കാല് കല്ലിന് വെച്ച് കുത്തിയത്. അപ്പോഴാണ് നിന്റെ വായിൽ ബദിരീങ്ങളെ എന്ന് വന്നത്. ഇതെല്ലാം പോയി, എല്ലാം അള്ളാഹു തആല പറഞ്ഞത്. ആരോട്? എന്നോട്, നിങ്ങളോടല്ല, അഷ്റഫുൽ ഖൽക്കിനോട്. ഞാൻ എൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് വേറെ എന്തെങ്കിലും അതിൽ പാർട്ണറാക്കിയാൽ, ഓ മുഹമ്മദ് മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളെ മുഴുവൻ അമലും തീർച്ചയായിട്ടും പൊളിഞ്ഞു പോകുന്നതാണ്. അള്ളാഹു തആല റസൂലുള്ളാഹി തങ്ങളോടാ പറയണത്. ശിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കണം. മുഅ്മിനീങ്ങളോടാണ് കൂട്ടർ ഈ പറയുന്നത്, ഇവിടുത്തെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും അല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദഅവത്ത് മുസ്ലിമീങ്ങളോടാണ്, പാരമ്പര്യ മുസ്ലിമീങ്ങളോട്. ഇവിടെ രണ്ട് കക്ഷികളെ ലോകത്തുള്ളൂ, ഒന്ന് സലഫിയ, മറ്റൊന്ന് ഷിയ. സലഫികളും ഷിയാക്കളും. ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാരൊന്നും നമ്മുടെ പട്ടികയിലുള്ളതല്ല. അതൊക്കെ തൗഫീക്ക് കിട്ടുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ 1000-1, 10, 1,00,000-10 അല്ലാഹു തആല സെലക്ട് ചെയ്തെന്ന് വരും, കുഞ്ഞിരാമന്മാരെയും വർഗീസുമാരെയും. അതൊന്നും നമ്മുടെ ലിസ്റ്റിലല്ല. അത് നമ്മളെ സാമർഥ്യം കൊണ്ട് വരുന്നതായിരിക്കൂല. ഏതെങ്കിലും ഒരു നായരോ നമ്പൂതിരിയോ കരിമിചൊല്ലി ഇസ്ലാമിലേക്ക് വരുന്ന ഈ ഇപ്പുറത്തുള്ള ആരെയും സാമർഥ്യം കൊണ്ടൊന്നും ആയിരിക്കൂല. അയാളെ മനസ്സിനെ അല്ലാഹു തആല അങ്ങോട്ട് തിരിച്ചു തഖല്ലുബ് ചെയ്തു. അയാൾക്ക് അങ്ങനെ തോന്നി. ആരും ഒരു പരിചയം കാണൂല. ചിലപ്പോൾ ഇപ്പോഴത്തെ കാലമൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിരലോണ്ട് കുത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒന്ന് കാണുക. അപ്പോൾ അതായിട്ട് ക്ലിക്കാവും. അയാൾ ചിലപ്പോൾ നമ്പൂതിരിയോ നായരോ ഒറ്റായിരിക്കും. എങ്കിലും ഇതല്ലേ നല്ലത് എന്നും പറഞ്ഞിട്ട് അയാൾ തൊട്ടടുത്തുള്ള വള്ളിയിലെ മുക്രിക്കാനെയോ അല്ലെങ്കിൽ സംഘടനാ സെക്രട്ടറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാരിറ്റി സൊസൈറ്റിനെയോ പോയി കണ്ടിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഞാൻ എന്താ വേണ്ടത്? ഈ കൽമയുള്ള മുസ്ലിം ആയിക്കോ, ശരി, ഞാൻ ഏറ്റവും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പോരാ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇന്നു മുതൽ ഞാൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അള്ളാഹുവിനെ മാത്രമേ ഞാൻ പരിഗണിക്കുള്ളൂ. അഷ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഇന്നു മുതൽ ഞാൻ തയ്യാറാണ്. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹുവിനെ ഞാൻ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അള്ളാഹിനെ പരിഗണിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന മാർഗം അള്ളാഹ് നിയോഗിച്ചയച്ച മുഹമ്മദിനെ മാത്രമേ ഞാൻ പരിഗണിക്കുകയുള്ളൂ. വേറൊരാളെയും ഞാൻ, ഇനി മൂസയോ ഈസയോ ജീവനോടെ വന്നാലും ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഞാൻ മുഹമ്മദിനെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. കാരണം എന്താ? എന്നോട് അവസാനം അള്ളാഹു തആല പറഞ്ഞത് മുഹമ്മദുൻ റസൂലുള്ളാഹ്, അത് ഖാതമുൻ നബിയ്യീനാണ്. അള്ളാഹു തആല പറഞ്ഞു അത്. അതുകൊണ്ട് ഞാൻ ആ മുഹമ്മദിനെ അംഗീകരിക്കുള്ളൂ. മൂസ നബി വന്നിട്ട് ഞാനാണ് മൂസ എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ തൗറാത്ത് കാണിച്ചെന്നാൽ ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇനി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർബുസായിൽ വരും. ആ സമയത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ തെളിവുകൾ ഹാജരാക്കും. എന്നാലും ഈസ നബി നബിയാക്കി അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. വെറും ഒരു ഈസ ബിൻ മറിയം, മുഹമ്മദ് നബിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ഈസ ബിൻ മറിയം, നല്ലത് ഈസാ റസൂലുള്ളാഹി ഈസാ നബിയൊന്നും അല്ല എന്ന് വന്നാൽ ഈസ ബിൻ മറിയം മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. മറിയമ്മിന്റെ മകൻ യേശു, മുഹമ്മദ് നബിന്റെ ഉമ്മത്ത്. ആ ഈസ നബിക്ക് മുസ്ലിം ഈമാനോടെ മരിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ചേ പറ്റൂ. ഈസ നബി ഞാൻ നബിയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നീ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലൊന്നും അന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല ഈസ നബി. വന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഈസ നബി രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. വളരെ ഗൗരവത്തോടെ കാണണം ഈ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ ഹിദായത്തിനെ ലൈവാക്കി നിർത്താനും ലലാലത്തിനെ അടുപ്പിക്കാതിരിക്കാനും ഏർപ്പാടാക്കി തന്നിരിക്കുന്ന രാജപാതയാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു തരാനുള്ള മോഡലാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹ് ചെയ്തത് അനുയായികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആദ്യത്തെ ബാച്ച് വിദ്യാർത്ഥികളാണ് അസ്ഹാബു റസൂലില്ലാഹ്. അല്ലേ? വളരെ നല്ല പ്രമേയമല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്ഹാബു റസൂലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഏർപ്പാടായിട്ട് ഇസ്ലാം ദീനിനെ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ കൈകളിലൂടെ നമുക്ക് തന്നു. ആ ഇസ്ലാം ദീനിൽ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള അടിസ്ഥാന ഊർജം ഷഹാദത്താണ്. ഇസ്ലാം കാര്യം എത്രയാണ്? 5. എല്ലാവർക്കും അറിയുന്ന വിഷയമല്ലേ? അതിലൊന്നാമത്തത് ഷഹാദത്ത്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്കറിയില്ല.
രണ്ടാമത്തത് നിസ്കാരം. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അത് നിസ്കാരം 4 റക്അത്താണ്. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ. അത് വക്ത് വേണം, ബാങ്ക് വേണം, ഔറത്ത് മറക്കണം, വുളു ഉണ്ടാക്കണം. ചറവറാ പറഞ്ഞു തരും നിസ്കാരത്തെ പറ്റി. ആരോട് ചോദിച്ചാലും, നോമ്പോട് ചോദിച്ചാലും ചറവറാ പറഞ്ഞു തരും. സക്കാത്ത് വെച്ചും പിന്നെ മുതലാളിമാർക്കുള്ളതാണല്ലോ, എല്ലാവരും പഠിച്ചോളണമെന്നില്ലല്ലോ. ഇവിടെ സക്കാത്ത് മുതലാളിമാർക്ക് മാത്രമല്ലേ പഠിക്കേണ്ടുള്ളൂ. പണം ഉണ്ടാവും, പഠിക്കാം, അന്തരാലോചിക്കാം. ഇപ്പൊ പണമില്ല, അതുകൊണ്ട് സമയം മെനക്കെടണ്ട. വെറുതെ സക്കാത്തിനെ പറ്റി പഠിച്ചിട്ട് സമയം കളയുന്നതിനാ? പൈസ വരുമ്പോൾ പഠിക്കണം. അങ്ങനെ ഹജ്ജിന് ഒന്നിക്കൽ ആരോഗ്യം, അല്ലെങ്കിൽ പണം, അല്ല ആരോഗ്യം, പണം, സാങ്കേതികത്വം, ഇത് 3 ഒത്തു വന്നാൽ പിന്നെ ഹജ്ജ് ഫർളായി. ഇനി ഹജ്ജിനെ പറ്റി പഠിക്കണം. ഹജ്ജിനെ പറ്റി പഠിക്കാൻ ആകെ അരമണിക്കൂർ. ആകെ ഹജ്ജിനെ പറ്റി പഠിക്കാൻ അരമണിക്കൂറേ വേണ്ടു. ഹാജിയായിട്ട് ജീവിക്കാനാണ് ഒരു ജീവിതാവശ്യം മുഴുവൻ ഉപയോഗിക്കേണ്ടത്. ഹജ്ജിനെ പറ്റി പഠിക്കാൻ കുറെ സമയം വേണ്ട, അരമണിക്കൂർ. ഇവിടെ ഷഹാദത്താണ് അടിസ്ഥാനം എന്നാണ് നാം പറയുന്നത്. നിസ്കാരം കൊണ്ട് ഹിദായത്ത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റൂല. നോമ്പ് കൊണ്ട് ഹിദായത്ത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റൂല. ഹജ്ജ് കൊണ്ടും സക്കാത്ത് കൊണ്ടും ഹിദായത്ത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റൂല. നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, നോമ്പ്, അതെ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇത് 4ഉം ഹിദായത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ളതല്ല, ഷഹാദത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ളതാണ്. ഷഹാദത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ളതാണ്. ഷഹാദത്താണ് ഹിദായത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഊർജം. അതാണ് അതിന്റെ പവർ, അതിന്റെ വോൾട്ടേജ്. അതാണ് ഷഹാദത്ത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ളതാണ് ബാക്കിയുള്ള 4 കാര്യങ്ങളും. ഈ ബാക്കിയുള്ള 4 കാര്യങ്ങൾ സ്വതന്ത്രം. ഒരാൾ ഷഹാദത്തിനെ പറ്റി പഠിച്ചേ ഇല്ല, ബാക്കി 4 കാര്യങ്ങളിൽ 10 കൊല്ലം കിതാബ് ഓതിയിട്ടുണ്ട്, 15 കൊല്ലം മുദരിസും ആയിട്ടുണ്ട്, 25 കൊല്ലം ഖാദിയും ആയിട്ടുണ്ട്. ഒരു പരിഗണനയും അയാൾക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അയാൾ ഇൽമിന്റെ ഭണ്ഡാരമായിരിക്കും. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറ. അല്ലാഹു തആല അവരെ പറ്റി പറഞ്ഞത്, ഷഹാദത്ത് എന്താണ് അറിയാത്ത കിതാബ് ഓതി പഠിച്ച മൗലിയാക്കന്മാരെ പറ്റി അല്ലാഹ് പറഞ്ഞത്, മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത് കമസലിൽ ഹിമാർ, ഏടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെയാണ് അവർ എന്ന് പറഞ്ഞ അല്ലാഹു തആല. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത്, ഏടുകൾ ചുമക്കുന്നവരുടെ ഉദാഹരണം. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത് കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. എത്ര വലിയ ഏടുകൾ പുറത്ത് വെച്ച് കൊടുത്താലും കഴുത നടക്കും, ഇല്ലേ? അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് കാഞ്ഞങ്ങാടൊക്കെ പോകേണ്ട ഒരു കഴുതനെയും തെളിച്ചിട്ട് ഇവിടുന്ന് ബുക്ക് സ്റ്റാളിന് കുറേ കിതാബ് വാങ്ങിയിട്ട് അതിനെ പുറത്ത് വെച്ച് കൊടുത്ത് കഴുത നടക്കും ആ കിതാബുമായിട്ട് കാഞ്ഞങ്ങാട് വരെ. കാഞ്ഞങ്ങാട് നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കുറെ ചാണകം, വളം വേണം തെങ്ങിനിട മുതലാളിക്ക്. അങ്ങനെ കുറെ ചാണകം വില കൊടുത്ത് വാങ്ങി അത് വെച്ച് കൊടുത്തു കഴുതപ്പുറത്ത്. അതും കൊണ്ട് ഇങ്ങോട്ടും നടക്കും. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഏടികൾ ചുമന്ന് വന്നവനാണ്, അതുകൊണ്ട് ചാണകം ചുമക്കാൻ എൻ്റെ പുറത്ത് പറ്റൂല എന്നൊന്നും കഴുത പറയില്ല. അങ്ങോട്ട് പോകുമ്പോൾ കുസ്താപ്പും മുസാഫും കൊണ്ടുപോയി, ഇങ്ങോട്ട് വരുമ്പോൾ തീട്ടും കാട്ടുവലും കൊണ്ടുവന്നു. ഇത് കഴുതന്റെ സ്വഭാവം. അതുപോലെയാണ് മൊയ്ലിയാമാർ എന്ന് അല്ലാഹു തആല പറഞ്ഞത് ഖുർആനില്. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. കമസലിൽ ഹിമാർ, അവർ കഴുതകളെ പോലെയാണ്. ഏടുകളെ ചുമക്കുന്നവർ കഴുതകളെ പോലെയാണ്. യഹ്മിലു അസ്ഫാറ, ഒരുപാട് ഏടുകൾ കഴുതകൾ ചുമക്കും. ബിഇസ മസലുല്ലദീന കഫ്ഫകദ്ദബു ബിആയാത്തില്ലാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവന്റെ ഉദാഹരണം എത്ര മ്ലേച്ഛകരമാണ് എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഇൽമ്, നിസ്കാരം നന്നാക്കാനുള്ള ഇൽമുണ്ട്, നോമ്പ് നന്നാക്കാനുള്ള ഇൽമുണ്ട്, സക്കാത്ത്, ഹജ്ജ്, ജിഹാദ്, ഇത്തികാഫ്, അതേപോലെ തന്നെ നിക്കാഹ്, ബൈഅ്, അങ്ങനെ ഓതി ഓതാത്ത കിതാബൊന്നുമില്ല. ദർസ് എന്ന് പറഞ്ഞാൽ ദർസോട് ദർസ്. പക്ഷെ ഷഹാദത്ത് മാത്രം അറിയില്ല. അയാളെ ഷഹാദത്ത് എന്നോ ഒന്നിക്ക് ജാറങ്ങളെ കൊണ്ട് ഡിസ്മിസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ തരീഖത്തുകളെ കൊണ്ട് സസ്പെൻഡ് ആയിട്ടുണ്ട്. അത് അയാൾ അറിഞ്ഞിട്ടില്ല. അയാൾ ഇങ്ങനെ കിതാബ് ഓതി കൊടുത്തേണ്ടേ പോവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ടത് ഹിദായത്തിന്റെ നിലനിൽപ്പിന് ഷഹാദത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കാനാണ്. അതുകൊണ്ട് നിസ്കാരത്തെ സഹിയാക്കുക, നോമ്പ് സഹിയാക്കുക എന്ന് പറയും പോലെ ഷഹാദത്തിനെ സഹിയാക്കണം നാം. ഷഹാദത്തിന്റെ സിഹത്ത് നഷ്ടപ്പെട്ടപ്പോഴാണ് പൂർവികൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത്. എന്നല്ലാതെ മതം മാറിയതുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഞാൻ ഖുറൈശികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ വേറെ മതക്കാരായിരുന്നില്ല, അവര് മുസ്ലിമീങ്ങളായിരുന്നു. അവർ ഇബ്രാഹിമി മില്ലത്തല്ലാതെ വേറൊരു മില്ലത്ത് അവർക്ക് പരിചയമില്ല. അറബികൾക്ക് ഇബ്രാഹിമി ശരീഅത്തല്ലാതെ വേറൊരു ശരീഅത്ത് അറബികൾക്ക് പരിചയമില്ല. കൂട്ടരെ ഖുറൈശികൾക്ക് അവർക്ക് ആദ്യം ഇബ്രാഹിമി മില്ലത്ത് മാത്രമേ അറിയുള്ളൂ. അവരുപ്പാപ്പ ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബിന്റെ മകൻ ഇസ്മായിലിന്റെ കുടുംബക്കാർക്കാണ് നാം അറബികൾ എന്ന് പറയുന്നത്. ആ അറബികളെ കൂട്ടത്തിൽ മക്ക ഷെരീഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ വിശാലമായ ഗോത്രമാണ് ഖുറൈശി തറവാട്. ആ ഖുറൈശി തറവാട്
അവർ പരമ്പരാഗതമായിട്ട് ഇബ്രാഹിം നബിന്റെ ദീനിലാണ്, അവർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിലാണ്. ഇബ്രാഹിം നബിന്റെ ശരീഅത്തനുസരിച്ചാണ് അവർ അമൽ ചെയ്ത് ഇന്ന് വരെയും. ഇബ്രാഹിം നബി വഫാത്തായിട്ട് ഏതാണ്ട് 4000 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 4500 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി ജനിക്കുന്നത്. അതുവരെയും അവർ ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എവിടെയാണ് അവർക്ക് പ്രശ്നം വന്നത്? അത് അഷ്റഫുൽ ഖൽഖ് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദീനിനെ കൊളമാക്കാൻ വന്നത് ആരാണ്? അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് എന്താണ് അയാൾ ചെയ്തത്? സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മഹാന്റെ, ഒരു വലിയന്റെ രൂപം കഅബാലയത്തിന്റെ അടുത്ത് സ്ഥാപിച്ചു ജാറമായിട്ട്. ആ ജാറത്തിന്റെ അടുത്ത് പോയി ചുറ്റാനും തവാഫ് ചെയ്യാനും അവിടെ പോയി നിന്നിട്ട് ദുആ ചെയ്യാനും തുടങ്ങി. അതിനെപ്പറ്റിയാണ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, അവ്വലു മൻ തഗയ്യറ ദീന ഇസ്മായിൽ. അംർ ബിൻ ലുഹൈനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അവ്വലു മൻ തഗയ്യറ ദീന ഇസ്മായിൽ, ഇസ്മായിൽ നബിന്റെ ദീനിനെ ആദ്യമായി കുഴപ്പത്തിലാക്കിയത് അവനാണ് എന്ന്. അപ്പൊ ഇസ്മായിൽ നബിന്റെ ദീനാണ് അവിടെ നിലനിൽക്കുന്നതല്ലേ? ഇവിടുത്തെ ഷീഈ മൊല്ലമാര് പറഞ്ഞ് പച്ചക്കള്ളമല്ലേ? ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയാണ്, ക്രിസ്ത്യാനികളെ പോലെയാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. ഇവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ജൂതന്റെ ഒന്നിച്ചു കൂടിയിട്ട് കളവ് പറയല്ലേ ഈ കിതാബ് ഓതിയ ആൾക്കാർ? ഈ ഏടുകൾ ചുമക്കുന്ന ഹിമാറുകൾ അല്ലേ? ഖുർആൻ പറഞ്ഞ ഭാഷ ഉപയോഗിച്ചതേ ഉള്ളൂ കേട്ടോ. ഏടുകൾ ചുമക്കുന്ന ഹിമാറുകൾ. മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. പച്ചക്കള്ളമല്ലേ അത്? അഷ്റഫുൽ പറയുന്നു ഇസ്മായിൽ നബിന്റെ ദീനാണ് നിലവിലുള്ളത്. ഏതാണ്ട് 400-300 കൊല്ലത്തിനപ്പുറത്താണ് അംർ ബിൻ ലുഹൈന്റെ പരിപാടി. അയാള് കുസയ്യിബിന് മുറ, അഷ്റഫുൽ ഉപ്പുപ്പ കുസൈന്റെ കാലഘട്ടത്തിൽ പേരപ്പെട്ടൊരു കച്ചവടക്കാരനായിരുന്നു. അന്ന് ഖുസാ ഗോത്രക്കാരായിരുന്നു കഅബാലയം ഭരിച്ചുകൊണ്ടിരുന്നത്. ഖുസാ ഗോത്രക്കാര് ജുർഹും ഗോത്രക്കാരിൽ നിന്ന് യുദ്ധം ചെയ്ത് അവരെ ആട്ടി ഓടിച്ച്, ജുർഹും ഗോത്രക്കാര് യമൻകാരാണ്. അതായത് ഇസ്മായിൽ നബിന്റെ ഉമ്മാന്റെ കുടുംബം, ഇസ്മായിൽ നബിന്റെ ഉമ്മാന്റെ കുടുംബമാണ് ജുർഹും ഗോത്രം. അവരായിരുന്നു കഅബാലയം കുറെ കാലം സംരക്ഷിച്ചത്. ഖുസാ ഗോത്രക്കാര് കടന്നു വന്നു, ഈ ജുർഹും ഗോത്രക്കാരുമായിട്ട് അറ്റാക്കായി അവരെ പായിച്ചു. അവർ പോകുമ്പോഴാണ് ചകല ചപ്പ് ചവറുകൾ ഇട്ടിട്ട് ആ സംസം കിണർ നികത്തിയിട്ട് പോയത്. അവരാണ് നികത്തിയിട്ട് പോയത്, മൂടിയിട്ട്. അവരുടെ എല്ലാ അതിലിട്ടിട്ട് മൂടി അവനെ ഇതാക്കിയിട്ട് പോയി, ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ. ആ കിണർ പിന്നെ വീണ്ടെടുക്കുന്നത് അബ്ദുൽ മുത്തലിബാണ്. അഷ്റഫുൽ ഖൽഖിന്റെ ഉപ്പുപ്പ അബ്ദുൽ മുത്തലിബാണ് ആ കിണർ പിന്നെ വീണ്ടെടുക്കുന്നത്. വലിയ വലിയ സംഭവങ്ങൾ പഠിച്ചേ പറ്റൂ. അപ്പോഴാണ് ഖുറൈശി കൂട്ടം നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഈ മുസ്ലിം കൂട്ടത്തിന്റെ പോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കൽ അപ്പോഴാണ്, അവരെ പറ്റി പഠിക്കുമ്പോൾ. അപ്പൊ അതുവരെ ഇസ്മായിൽ നബിന്റെ ദീൻ നിലനിൽക്കുന്നുണ്ട് എന്നല്ല അതിനർത്ഥം. മാത്രമല്ല ഈ കഅബ് ബിൻ ലുഹൈ അല്ല, ഈ അംർ ബിൻ ലുഹൈ മീൻസ് ഇവിടുത്തെ മൗലാനമാരെ പോലെ, ഇവിടുത്തെ ഷെയ്ഖുനമാരെ പോലെ, കാളിയമാര്, തങ്കന്മാര്, ഷെയ്ഖന്മാരൊക്കെ ഇല്ലേ, വലിയ വലിയ ഷെയ്ഖന്മാര്, അവരെ പോലെ. അവരാണ് അതിൽ നിന്നും വ്യത്യസ്തമായൊരു ദീൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഖുറൈശികൾക്ക്. ഇവർ മനസ്സിലാക്കി കൊടുത്തതുപോലെ അള്ളാഹു അല്ലാത്തവരെ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുക, അള്ളാഹ് അല്ലാത്ത മഹാന്മാരെ അടയാളായിട്ടില്ലെങ്കിൽ ഒരിക്കലും കാര്യം നടക്കൂല എന്ന് ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഖുറൈശികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അംർ ബിൻ ലുഹൈയാണ്. ആ അംർ ബിൻ ലുഹൈനെ പറ്റിയാണ് റസൂൽ ഈ പറഞ്ഞത്. ആ അംർ ബിൻ ലുഹൈന്റെ അവസ്ഥയെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നാളെ ആഖിറത്തിൽ നരകത്തിൽ അംർ ബിൻ ലുഹൈ റഅയ്തു യജുറു ഖുസ്സുഹു ഫിന്നാർ. അംർ ബിൻ ലുഹൈ അവന്റെ വയറിങ്ങനെ ചാടിയിട്ട് ആ വയറും വലിച്ചുകൊണ്ട് നരകത്തിൽ കറങ്ങുന്നത് ഞാൻ കാണുന്നു എന്ന് അംർ ബിൻ ലുഹൈനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ. എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാത്ത ജാറങ്ങളെ സ്ഥാപിച്ച ഇവിടുത്തെ മുസ്ലിയാക്കന്മാര് അംർ ബിൻ ലുഹൈന്റെ ഒന്നിച്ച് നരകത്തിലാണ്, സംശയിച്ചവരും നരകത്തിലാണ്. കൃത്യമായ കാര്യമല്ലേ കൂട്ടം? എന്താ പിന്നെ പേടിയെന്താ? ആദർശം അംഗീകരിക്കുക എത്ര വിഷമം എന്താ? ഒന്നിച്ചു കൂടുന്നു നോക്കിയിട്ടോ? അതോ മകളെ നിക്കാഹിന് മുസ്ലിം വരണമെന്ന് പേടിച്ചിട്ടോ? മകളെ നിക്കാഹിനത്തിനാ മുസ്ലിയാർ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്താൽ നിക്കാഹില്ല, ഒന്നും പേടിപ്പിക്കണ്ടേ? സെൽഫികൾക്ക് അനുകൂലമായിട്ട് അള്ളാഹു തആല ഭരണകൂടത്തെ കൊണ്ടൊക്കെ തീരുമാനം എടുപ്പിക്കും. സുപ്രീം കോടതി പറഞ്ഞു ആര് മരിച്ചാലും കബറടക്കിക്കൊള്ളണം, മുസ്ലിം എന്ന് പേരുണ്ടായാൽ മതി. അതുകൊണ്ട് പണ്ടത്തെ മാതിരി വഹാബിയാണ്, അതുകൊണ്ട് കബറടക്കില്ല എന്ന് പേടിപ്പിക്കുകയൊന്നും ചെയ്യേണ്ട ഒരു മഹല്ലുകാരനോ. സുപ്രീം കോടതി പോകും നമ്മൾ, മയ്യത്ത് പ്രസിഡന്റിന്റെ പുരക്കൊണ്ട് വെക്കുന്നിട്ട് നമ്മൾ നേരെ സുപ്രീം കോടതിയിലേക്ക് പോകും. കൊയിച്ചിടുവോ പുങ്ങിത്തുന്നോ എന്ത് ചെയ്താലും കുഴപ്പമില്ല. പ്രസിഡന്റ് മരിക്കലോടുകൂടി നമ്മളെ ഉത്തരവാദിത്തം തീർന്നു. പിന്നെ മയ്യത്തിന്റെ ഉത്തരവാദിത്തം നാട്ടുകാർക്കുള്ളതാണ്. അതുകൊണ്ട് ഉപ്പ മരിച്ചു കബറടക്കാൻ കഴിയില്ല എന്ന് പേടിച്ചിട്ട് ആരും കുന്തം പതുക്കാനും നിൽക്കണ്ട, ഒരു പേടിയും വേണ്ട. അതേപോലെ തന്നെ നിക്കാഹ്, ഞങ്ങൾ നിക്കാഹ് ചേരൂല, പോലീസ് ജോലി നോക്കാൻ വേണ്ടി പറയണം, ചെക്കനെ വിളിച്ചിരുത്തുക.
രണ്ട് സാക്ഷികളിൽ നിർത്തുക. പെണ്ണിൻ്റെ ബാപ്പ സവ്വൈതുക ബിന്തി കബിൽതു മിൻക നിക്കാഹായി കടലാസിൽ എഴുതുക. നേരെ പഞ്ചായത്തിലേക്ക് പോവുക. പഞ്ചായത്തിൽ പോയിട്ട് പറയാം എൻ്റെ മോളും ഞാനും ഇവനും തമ്മിൽ വിവാഹമായിട്ടുണ്ട് എന്ന്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറയും. അതെന്നെ സർട്ടിഫിക്കറ്റ്, വേറെ സർട്ടിഫിക്കറ്റ് എന്താ? അതുകൊണ്ട് പള്ളി കമ്മിറ്റിക്കാരെ നിക്കാഹും കബറും വന്നിട്ട് പേടിപ്പിക്കുകയും ചെയ്യേണ്ട ഇനി. കാരണം ഭരണകൂടം സെലഫികൾക്ക് അനുകൂലമായിട്ട് ഒരുപാട് തീരുമാനങ്ങൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെയും തീരുമാനങ്ങളുണ്ട്, പിന്നെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞതാണ് ഷഹാദത്തിനെ പരിഗണിച്ചു കൊള്ളണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിന് പോർലേറ്റ് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഖുറൈശി കൂട്ടത്തെ ആ രീതിയിൽ നാം കാണുന്നത്. പാരമ്പര്യ മുസ്ലിമീങ്ങളായി ഇസ്മായിലിന്റെ മില്ലത്ത്, ഇസ്മായിലിന്റെ ദീനിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് അബൂ താലിബിന്റെ സമൂഹം, ദാറുൻ നദ്വ ഓഫീസായി കാണുന്നവർ. അധികാരവും പണവും നഷ്ടപ്പെടരുത്, അധികാരവും പണവും നഷ്ടപ്പെടും മുഹമ്മദിന്റെ ഒന്നിച്ചു പോയാൽ, അതുകൊണ്ട് അത് പറ്റൂല എന്നും പറഞ്ഞു കൂടിയ അബൂ താലിബിന്റെ അനുയായികളാണ് ഇവിടുത്തെ 98% മഹല്ലുകളും മഹല്ല് ഭാരവാഹികളും കത്തിയുമാരും. അവരെ ഷേഖ് അബൂ താലിബാണ്, അവരെ ഓഫീസ് ദാറുൻ നദ്വയാണ്. അവരൊന്നും അടുത്ത കാലത്ത് വരും നമുക്കൊരു പ്രതീക്ഷയുമില്ല. അതേ അവസരത്തിൽ ദാറുൽ അർഖമുമായിട്ട് ബന്ധപ്പെട്ട ദാറുൻ നദ്വന്റെ ആൾക്കാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളെയാണ് ഞാൻ ഹംസ റളിയല്ലാഹുവിനെ പരിചയപ്പെടുത്തി തന്നത്. ഹംസ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിനെ എതിർത്തത് ഹംസ റളിയല്ലാഹു അഷ്റഫുൽ ഖൽഖിനോടുള്ള വെറുപ്പല്ല, അള്ളാഹിനെ പേടിച്ചിട്ടാണ്. അള്ളാഹുവിനെ പേടിച്ചിട്ട്, റഹ്മാനായ അള്ളാഹുവിനെ പേടിച്ചിട്ട്. മുഹമ്മദ് ഈ പറയുന്ന ദീൻ പുതിയ ദീന്, ഉസ്താദുമാർ പറയുന്നത് പോലെ പുതിയ ദീനാണെങ്കിൽ അള്ളാഹു നമ്മളെ വെറുത്ത് കളയുമോ? മുഹമ്മദ് അള്ളാഹു അല്ലാതെ വേറെ ആരും പറ്റൂല എന്നാ പറയുന്നത്. നമ്മുടെ ഉസ്താദുമാർ അള്ളാഹു അല്ലാതെ വേറെ ആരും വേണമെന്നാ പറയുന്നത്. ഹംസ അള്ളാഹുവിന് ആശയക്കുഴപ്പത്തിലായി. ഹംസ അള്ളാഹു തആലാന്റെ മനസ്സ് ക്ലിയറാണ്. കാരണം അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ് ഹംസ. മുസ്ലിമാണ്, പാരമ്പര്യ മുസ്ലിം. ഇനി എന്താണ് വേണ്ടത്? അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്നതിലേക്ക് കൺവെർട്ട് ചെയ്യണം. അള്ളാഹു ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം ഹംസക്കില്ല. അള്ളാഹ് മാത്രം എന്ന് പറയുന്നത് മുഹമ്മദിന്റെ വകയാണോ? അത് വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ വല്ല നഷ്ടപ്പെട്ടു പോകുമോ? അള്ളാഹ് വെറുത്ത് കളയുമോ? പക്ഷെ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമ്മൾ പറഞ്ഞതുപോലെ, അള്ളാഹ് ഈ മുഹമ്മദിന്റെ ലൈനാണ് ക്ലിയറെങ്കിൽ അതെനിക്കൊന്ന് സത്യമാക്കിത്താ, എൻ്റെ മനസ്സിൽ അത് സത്യപ്പാക്കി പിടിപ്പിച്ചതാ. അതല്ല എങ്കിൽ എൻ്റെ ഉപ്പൂപ്പാന്റെ ദീനിൽ തന്നെ എന്നെ ഉറപ്പിച്ച് നിർത്തണം. ഏതായാലും രണ്ടും കൽപ്പിച്ച് പിറ്റേന്ന് രാവിലെ ദാറുൽ അർക്കമിലേക്ക് അഥവാ സർഫി സെന്ററിലേക്ക് പോയി അഷ്റഫുൽ ഖൽഖിനെ കണ്ടു. റസൂലുള്ളാഹി തങ്ങളോട് സംസാരിച്ചു. അഷ്റഫുൽ ഖൽഖ് മൂത്താപ്പാക്ക് ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖിന്റെ റിസാലത്ത് സെലക്ട് ചെയ്തു. ഇനി എന്താ ജോലി? നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഹംസന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ സ്വന്തം രക്തം അല്ലാഹ്ക്ക് കൊടുത്ത് ആ ഹിദായത്ത് നിലനിർത്തി സ്വർഗത്തിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്. രണ്ടാമത് നാം പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാര്യമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവും ഇതേപോലെ തന്നെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർ, ഇവിടുത്തെ ഷിയാക്കളായ സാധാരണക്കാരനെ പോലെയാണ്, ഇവിടുത്തെ ശേഖന്മാരെ പോലെയല്ല. ഇവിടുത്തെ ശൈഖുനമാരും മൗലാനമാരും പള്ളി ഖത്തീവുമാരും മുദരിസുമാരും അബൂ താലിബിന്റെ പാർട്ടിയാണ്. സാമ്പത്തികവും രാഷ്ട്രീയവും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, അധികാരവും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ആയിരക്കണക്കിന് വരുന്ന അനുയായികളുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത് അബൂ താലിബിന്റെ സപ്പോർട്ടാണ്. അബൂ താലിബ് അങ്ങനെയാ പറഞ്ഞത്. അബൂ താലിബ് അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞില്ലേ, വഅറൽത ദീനൻ ഖദ് അലിംതു ബിഅന്നഹു മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. അബൂ താലിബ് അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞതാ, വഅറൽത ദീനൻ, നീ ഒരു ദീൻ എനിക്ക് വെളിവാക്കി തന്നിട്ടുണ്ട് മുഹമ്മദ് മോനെ, നീ ഒരു ദീൻ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹ്. വലഖദ് അലിംതു ബിഅന്ന ദീൻ വലഖദ് അലിംതു, തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അത് മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, ഇന്നിൻ ദുനിയാവിൽ നിലവിലുള്ള മതങ്ങളിൽ ഏറ്റവും നല്ല മതം നീ പറയുന്ന വഹദാനിയത്തിന്റെ മതം തന്നെയാണ്. അല്ലാഹ് മാത്രം എന്നത് തന്നെയാണ് മോനെ ശരി. പക്ഷെ എനിക്കൊരു വിഷമമുള്ളത്, ലൗലൽ മലാമത്തു ഔ ഹിദാരി സുബ്ബത്തൻ, ലൗലൽ മലാമത്തു ഔ ഹിദാരി സുബ്ബത്തൻ ലവജത്തനി സംഹം ബിദാക മുബീന. മോനെ, ഞാൻ നിന്നെ അംഗീകരിച്ച് ഷഹാദത്ത് പറഞ്ഞ് നിന്റെ ഒക്കെ കൂടിയാൽ എൻ്റെ ഈ സപ്പോർട്ടെല്ലാം എനിക്ക് നഷ്ടപ്പെടും. ഈ ജനങ്ങളെല്ലാം എന്നെ ഒറ്റപ്പെടുത്തും. ഇന്ന് നിന്നെ ചീത്ത പറയും പോലെ എന്നെ അവർ ചീത്ത പറയാൻ തുടങ്ങും. ഇതുവരെ അവരെ വലിയ നേതാവായിട്ട് വിലസിയിട്ട് ഞാൻ ആ ചീത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല മോനെ. ലൗലൽ മലാമത്തായി ആക്ഷേപം കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഔ ഹിദാരി സുബ്ബത്തൻ, അല്ലെങ്കിൽ അവര് ചീത്ത പറയും, ഉറപ്പായിട്ട് ചീത്ത പറയും. നിന്നെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അതുപോലെ എന്നെയും ചീത്ത പറയും, എന്നെ ഒറ്റപ്പെടുത്തി. വയസ്സ് കാലത്ത് ഒന്നും സാധിക്കൂല മോനെ. അല്ലായിരുന്നുവെങ്കിൽ ലവജത്തനി സംഹം ബിദാക മുബീന, നിന്റെ ഈ ദീനിന് വേണ്ടി ഞാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരാളായിട്ട് എനിക്ക് എന്നെ കണ്ടെത്താൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ശൈഖുനമാർ അബൂ താലിബിന്റെ പാർട്ടിയാന്ന് പറയുന്നത്.
സ്വർഗത്തിൽ പോകാനുള്ള 100 മാർക്കുണ്ട്, 99 അരക്കാൽ മാർക്കുണ്ട്. മാർക്കിന്റെ കുറവേ ഉള്ളൂ. എന്താ കുറവെന്നറിയോ? അല്ല മാത്രം എന്ന് അംഗീകരിച്ചു കൊടുക്കാൻ അബൂ താലിബ് തയ്യാറായില്ല, ബാക്കി എല്ലാം തയ്യാറായി. അത് അബൂ താലിബിന്റെ വാക്കല്ലേ കൂട്ടരെ. ഇത് ഏതെങ്കിലും ഒരു കവിയോ അല്ലെങ്കിൽ ഒരു നാടകക്കാരനോ പറഞ്ഞതല്ലല്ലോ. അബൂ താലിബാണ് മുഹമ്മദ് നബിയോട് പറയുന്നത്. സ്വഹീഹായ സനദാണ് ബുഖാരിയുടെ. ആ അബൂ താലിബിന്റെ പാർട്ടിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്നാൽ ഉമറുൽ ഖത്താബിന്റെ പാർട്ടിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഉമറുൽ ഖത്താബ് സത്യത്തെ അന്വേഷിച്ച് നടക്കുന്ന ആളാണ്. വേറെ പ്രത്യേകമായ സ്ഥാനമാനങ്ങളൊന്നുമില്ല. ദാറുൽ നദുവയിലെ, അതായത് സുന്നി സെന്ററിലെ മെമ്പറാണ്. കൃത്യമായിട്ട് അവിടെ അറ്റൻഡ് ആകും. അവിടെ ശൈഖുന മൗലാനമാരെ പ്രസംഗം ഉണ്ടാകും. ഉത്തുബത്തിന്റെ, ഷൈബത്തിന്റെ, അബൂ താലിബിന്റെ അതുപോലെയുള്ളവരുടെ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകും അന്ന്. ആ പ്രസംഗങ്ങളൊക്കെ കേൾക്കും ഖത്താബിന്റെ മകൻ ഉമർ. അങ്ങനെ പൂർവികന്മാരായ മഹാന്മാരുടെ ആ ആശയത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചു പോകാതെ, അല്ല മാത്രം എന്നതിലേക്ക് പോകാതെ, അള്ളാഹുവിനോടൊപ്പം ഔലിയാക്കളില്ലാതെ അല്ലെങ്കിൽ മലക്കുകളില്ലാതെ അല്ലെങ്കിൽ നബിമാരില്ലാതെ ഒരു കാര്യം നടക്കൂല എന്ന വിശ്വാസത്തിൽ ഉറച്ചു നടക്കുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഒരു ദിവസം, നാം പറഞ്ഞല്ലോ, അവിടെയാണല്ലോ പറഞ്ഞ് നിർത്തിയത്. അതിന്റെ തുടക്കം പറഞ്ഞിട്ട മുഖദ്ദിമ പറഞ്ഞാൽ സമയം തികഞ്ഞു പൂർത്തിയായി പോകുന്നു. ഉമർ അല്ലാഹു തആല അൻഹു, അള്ളാഹുവിന്റെ വിളിയുണ്ടായി. എത്രക്കാരെ അള്ളാഹു തആല സലഫിയത്തിലേക്ക് സെലക്ട് ചെയ്യും. ബേജാറാവണ്ട മൗലാനമാര്, ബേജാറാവണ്ട ഷേഖുനമാര്, ബേജാറാവണ്ട. അള്ളാഹുവിന്റെ സെലക്ഷനാണ് സലഫിയത്തിലേക്കുള്ള സെലക്ഷൻ. സലഫിയത്ത് മീൻസ് അള്ളാഹു മാത്രം, അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. മുഹമ്മദ് നബി മാത്രം, മുഹമ്മദ് നബി അല്ലാത്ത ഒരു ഷെയ്ഖിനെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇതാണ് സലഫിയത്ത്. അത് അല്ലാഹു തആല ഖത്താബിന്റെ മകൻ ഉമറിനെ പോലെ, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ പോലെ, അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉസ്മാൻ ദിന്നൂർ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ഇരിക്കുന്ന നിങ്ങളോട്, അബൂബക്കർ സിദ്ദീഖ് നേരത്തെ ഏത് മതക്കാരനായിരുന്നു? ഹിന്ദു മതക്കാരനെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കള്ളമല്ലേ അത്? കാരണം അബൂബക്കർ സിദ്ദീഖ് കൃത്യമായി ഇസ്മായിലിന്റെ മില്ലത്തനുസരിച്ച് ജീവിക്കുന്ന ആളായിരുന്നില്ലേ? അഷ്റഫുൽ ഖൽഖ് പറഞ്ഞപ്പോൾ തന്നെ അഷ്ഹദു പറഞ്ഞിട്ട് അത് അംഗീകരിച്ചില്ലേ? അതുവരെ ജീവിച്ചു പോകുന്ന ആളായിരുന്നില്ലേ അബൂബക്കർ സിദ്ദീഖ്? ഖദീജ ബിബി ആരായിരുന്നു നേരത്തെ? നസ്രാണിച്ചായിരുന്ന, നായർ പെണ്ണായിരുന്ന, നമ്പൂരി പെണ്ണായിരുന്ന, മുസ്ലിം ആയിരുന്നില്ലേ ഖദീജത്തുൽ കുബറ? പ്യൂർ ഇസ്മായിലി മില്ലത്തനുസരിച്ച് ജീവിച്ച സ്ത്രീ ആയിരുന്നില്ലേ? ആയിരുന്നില്ലേ? താരീഖിന്റെ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അഷ്റഫുൽ ഖൽഖ് ഭാര്യ വീട്ടിലാണല്ലോ താമസം, സ്വന്തം പുരയിലായിട്ടാണ് കേട്ടോ. ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് കുറവായിട്ടൊന്നും കണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് പെണ്ണിട്ടതിന് ശേഷം താമസം ഇങ്ങോട്ട് മാറ്റി. അതുവരെ അബൂ താലിബിന്റെ വീട്ടിലാണ് താമസം. ഖദീജാനെ കെട്ടിയതിന് ശേഷം അങ്ങോട്ട് മാറ്റി, ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റി. എല്ലാ സൗകര്യവും ഖദീജ ചെയ്തു കൊടുത്തു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജയും താമസിക്കുന്ന വീട്ടിന്റെ അയൽവക്കക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു, എത്ര വർഷമാണ് ഞങ്ങളെ വീട്ടിന്റെ അയൽവക്കത്ത് മുഹമ്മദ് താമസിച്ചത്? ഒരു ദിവസം പോലും ഖദീജാനോട് കയർത്ത് സംസാരിക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ല. ഒരു ദിവസം ഒഴികെ. അതേത് ദിവസം? ഒരു ദിവസം ഖദീജ മുഹമ്മദോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നുബുവത്തെല്ലാം കിട്ടുന്നതിന് മുമ്പ്, പുതിയ പെണ്ണുമായിട്ട് കഴിഞ്ഞുകൂടുന്ന കാലം, മുഹമ്മദോട് പറഞ്ഞു, മുഹമ്മദ്, നമ്മളെ കുടുംബത്തിലൊരു മൗലൂദ് ഉണ്ട് ഇന്ന്. ലാത്ത ഉസ്സന്റെ മൗലൂദ് വയ്ക്കുമായിരുന്നു അവർ. മൗലൂദ് അറിയാമല്ലോ, മരിച്ചുപോയ ആൾക്കാരെ പറ്റി ഉള്ളതും ഇല്ലാത്തതുമായ മദ്ഹ് പറയുന്നതിന്റെ പേരാണ് മൗലൂദ്. അത് ചിലപ്പം പച്ച കള്ളവുമായിരിക്കും. ഫാത്തിമ മൗലൂദ് എന്നിട്ടൊരു മൗലൂദുണ്ട്. ആ മൗലൂദ് കള്ളത്തരത്തിന്റെ വേലിയാണത്. ആ മൗലൂദിലൊരു വാക്കുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജിന് പോയി. മേറാജിന് പോയപ്പോൾ ഒരു വലിയ ബിൽഡിങ് കാണിച്ചു കൊടുത്തു ജിബ്രീൽ. കള്ളും ഈ സിയാക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ സത്യവും കള്ളത്തരവും കൂട്ടിക്കലർത്തിയിട്ട് ഉമ്മത്തിനെ കുഴപ്പാക്കലാണ്. ജൂതനും നസാറി എന്ത് പറഞ്ഞാലും കളവേ പറയും, അവിടെ പ്രശ്നമില്ല. ഇവരങ്ങനെയല്ല, പകുതി സത്യം പകുതി കളവും പറയുന്നതുകൊണ്ട് സാധാരണക്കാരൻ കുയില് പോകാൻ എളുപ്പമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ ഫാത്തിമ മിറാജിന്റെ രാത്രിയിൽ ഒരു ബിൽഡിംഗ് കാണിച്ചു കൊടുത്തു. ഇത് ഏതാണ്? ഇത് ഖദീജാന്റെ ബംഗ്ലാവാണ്. നാളെ അല്ലാഹു തആല, അതെ ഹദീസ് സഹിഹായ ഹദീസിലുണ്ട്, ഖദീജക്ക് വേണ്ടി അല്ലാഹു തആല ഒരു ബംഗ്ലാവ് പണിത് വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളും ജിബ്രീലും ആ ബിൽഡിങ്ങിലേക്ക് കയറി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായിട്ട് തൊട്ടപ്പുറത്തത് ഒരു ആപ്പിൾ പഴം തിന്നാൻ കൊണ്ട് കൊടുത്തു ജിബ്രീൽ. റസൂലുള്ളാഹി തങ്ങൾ അത് തിന്നു. ആ ആപ്പിൾ തിന്നപ്പോൾ ആ ആപ്പിളിലൂടെ ഉണ്ടായ ശുക്ലത്തിലാണ് ഫാത്തിമ ജനിച്ചത്. മിറാജിന് പോകുമ്പോൾ ഫാത്തിമക്ക് എത്ര വയസ്സുണ്ട്? 11 വയസ്സുണ്ട് ഫാത്തിമക്ക് മിറാജിന് പോകുമ്പോൾ. പിന്നെ എപ്പോഴായി ഫാത്തിമ ജനിച്ചത്?
ഈ കള്ളത്തരം അന ഈ മുഹമ്മദ് ബിൻ മുഹമ്മദ് ഇന്ന് ഷറഫുലന മൗലൂദ് വായിച്ച മുഹമ്മദ് ബിൻ മുഹമ്മദ്. അപ്പൊ ഈ കേൾക്കുന്ന ഈ കോജാക്കന്മാർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മുഹമ്മദ്? ആ പാട്ട് കെട്ടിയ കവിയുടെ പേരാണത്. മുഹമ്മദിന്റെ മകൻ മുഹമ്മദ്. നമ്മളെ അഷ്റഫുൽ ഖൽക്കിന്റെ പേര് അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ് അല്ലേ? എന്ത് കേട്ടാലും മുഹമ്മദ് എന്ന് കേട്ടാൽ മുഹമ്മദ് എന്ന് കേട്ടാലും മതി. കത്തിക്കപ്പെട്ട കരിക്കട്ട എന്നാണ് മുഹമ്മദ്. അതിനും സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. കാരണം അത്രേ അറിയുള്ളൂ ഈ മൗലൂദുകാർക്ക്, വേറൊന്നും അറിയില്ല. ഈ രീതിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മുഹമ്മദ് അപ്പോൾ ഒരു മൗലൂദ് ഉണ്ട്, നമുക്ക് പോയാലോ? ലാത്തന്റെ മൗലൂദ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയോട് പറഞ്ഞു, ഖദീജ വല്ലാഹി അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാൻ വരൂല. അല്ലാഹു അല്ലാത്തവരെ പുകഴ്ത്തുന്നൊരു കേന്ദ്രത്തിലേക്ക് ഞാൻ വരുന്ന പ്രശ്നമില്ല. അന്നാണ് മുഹമ്മദിന്റെ ശരിയായ ശബ്ദം ഞങ്ങൾ കേട്ടത് എന്ന് അയൽവക്കത്തുള്ള കൂട്ടുകാരൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്ര വെറുപ്പായിരുന്നു അഷ്റഫുൽ ഖൽക്കിന് അല്ലാഹു അല്ലാത്ത സംവിധാനങ്ങളോട് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാര്യത്തിലും സ്വീകരിച്ച രീതി അതാണ്. നാം പറഞ്ഞല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹം തന്നെ സ്വന്തം പറയുന്നു അനുഭവം. ഒരു ദിവസം വൈകുന്നേരം ഞാൻ എൻ്റെ കൂട്ടുകാരെയും തേടി ക്ലബിലേക്ക് പോയി. ഞങ്ങൾ അവിടെ നിന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു. കൂട്ടുകാരെ ആരെയും വന്ന് കണ്ടില്ല. കൂട്ടുകാരില്ലാതെ വന്നപ്പോൾ മദ്യം വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് പോയി. ഷോപ്പ് പൂട്ടിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ഖത്താബിന്റെ മകൻ ഉമർ പറയുകയാണ്, ഷോപ്പും കൂടി പൂട്ടിയത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് തവാഫ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഞാൻ കഅബാലയത്തിൽ പ്രവേശിച്ചു. അങ്ങനെ കഅബാലയം തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങി. പാരമ്പര്യ മുസ്ലിമാണ് ഖത്താബിന്റെ മകൻ ഉമർ. അപ്പുറത്ത് പോയിട്ട് തവാഫും ചെയ്യും, ഇപ്പുറത്ത് വന്നിട്ട് കള്ളും കുടിക്കും. പാരമ്പര്യ മുസ്ലിങ്ങളെ ജോലി അതാ. കണ്ടിട്ടില്ലേ? മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിക്കും കാറിൽ. ആ കാറ് വെള്ളിയാഴ്ച ഉച്ചക്ക് പള്ളിയിലും കാണാം, വൈകുന്നേരം ബാററ്റാച്ച് ഹോട്ടലിലും കാണാം. സ്റ്റിക്കർ മാഷാ അല്ലാഹ് ബേക്കലുണ്ടാവും കാറിന്റെ. കണ്ടിട്ടുണ്ടോ? അങ്ങനെ കുറച്ച് തെക്കോട്ട് യാത്ര ചെയ്താൽ മതി. പട്ടെ, നാട്ടിന്റെ പേര് പറയുന്നില്ല. അതെ, ആ മാഷാ അല്ലക്കാർ ജുമാക്കും കാണും, ആ മാഷാ അല്ലക്കാർ വൈകുന്നേരം ബാറോട്ടാച്ച് ഹോട്ടലിലും കാണും. എന്നാൽ അവർക്ക് ആ സ്റ്റിക്കർ ഒന്നും മറച്ചു വെച്ചൂടെ, അത് ചെയ്യില്ല. അതാണ് കാര്യം. ഇതന്നെയാണ് ഖത്താബിന്റെ മകൻ ഉമറും. ആ ഉമറിന്റെ വഴിയിൽ നമുക്ക് പോകണമെന്നാണ് ഞാൻ സാധാരണക്കാരായ ശിയാക്കളോട് പറയുന്നത്. ഈ പള്ളിയുമായി മഹല്ല് ജമാഅത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരോട് നമ്മൾ പറയുന്നതാ, നമ്മൾ ഹംസന്റെ വഴിയിലേക്ക് വാ, ഉമറിന്റെ വഴിയിലേക്ക് വാ. ഉമർ പാരമ്പര്യ മുസ്ലിമായിരുന്നു, എല്ലാ തോന്നിവാസങ്ങളും ഉണ്ടായിരുന്നു. ഉമർ പറയുകയാണ്, ഞാൻ തവാഫ് ചെയ്യാൻ വേണ്ടി കഅബാലയത്തിൽ പ്രവേശിച്ചു. കഅബാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടു. അപ്പോഴേക്കും രാത്രി ഇരുട്ടി. ആ ശബ്ദം മുഹമ്മദിൻ്റെതാണ്. നേർക്ക് നേരെ മുഹമ്മദിന്റെ ശബ്ദം പാരായണത്തിലൂടെ ഞാൻ കേട്ടിട്ടില്ല. കില്ലയുടെ ഒരു മറവിൽ ഞാൻ ഒളിച്ചു നിന്നു. മുഹമ്മദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, മുഹമ്മദ് എന്നെ കാണുന്നില്ല. ആ മറവിൽ ഞാൻ മുഹമ്മദിന്റെ പാരായണം കേൾക്കുകയാണ്. അതേ, മുഹമ്മദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു തആല അൻഹു ആദ്യമായിട്ടാണ് അഷ്റഫുൽ ഖൽക്കിന്റെ നാവിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കുന്നത്. ഇതുവരെ ഖുറൈശി പ്രമാണിമാരും മൗലാനമാരും സുന്നി സെന്ററിൽ വെച്ച് കൊടുത്ത വഅലല്ലാതെ വേറെ വഅൽ കേട്ടിട്ടില്ല. വഅൽ കേൾക്കാൻ പോവാൻ ഖുറൈശി സമൂഹം വിടാറുമില്ല. ഖത്താബിന്റെ മകൻ ഉമർ അഷ്റഫുൽ ഖൽക്കിന്റെ വാചകങ്ങൾ കേൾക്കാൻ വേണ്ടി സമ്മതിക്കുമായിരുന്നില്ല ഖുറൈശികൾ, മൗലാനമാരും ശൈഖുനമാരും. ആദ്യമായിട്ടാണ് അഷ്റഫുൽ ഖൽക്കിന്റെ ഖുർആൻ പാരായണം ഉമർ ഇബ്നുൽ ഖത്താബ് കേൾക്കുന്നത് പരസ്യമായിട്ട്. ശ്രദ്ധിച്ചു കേട്ടു. അഷ്റഫുൽ ഖൽക്ക് ഓതുകയാണ്, അൽ ഹാഖ, ആ ഭയങ്കരമായ സംഭവം. മൽ ഹാഖ, എന്തായിരിക്കും ആ സംഭവം? വമാ അദ്റാക മൽ ഹാഖ, ആ സംഭവത്തെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം മുഹമ്മദേ? ആ ഖിയാമത്ത് നാളിന്റെ ഭയാനകരമായ ഘോരമായ ശബ്ദം, അത് വന്നാൽ താങ്ങാൻ ആരെ കൊണ്ട് പറ്റും? കദ്ദബത്ത് സമൂദ് ബിൽ ഖാരിഅ, കദ്ദബത്ത് സമൂദ് ബിത്താഗിയ. ഈ ഭയാനകമായ ശബ്ദത്തെ സമൂദിന്റെ ഗോത്രക്കാർ കളവാക്കിയതിനു മുമ്പ് ഈ ഭയാനകമായ ഖിയാമത്ത് നാളിന്റെ ഘോരതയെ ഇതിനു മുമ്പ് സമൂദ് ആദ് വർഗക്കാർ കളവാക്കിയിരുന്നു. അവര് ശിക്ഷിക്കപ്പെട്ടു. ഭയങ്കരമായ സ്ഫോടനത്തിൽ വധിക്കപ്പെടുകയാണ്. സമൂദിന്റെ സാമ്രാജ്യം തകരുകയാണ് ചെയ്തത്.
അത്യുഗ്രമായി അടിച്ചു വീശിയ കൊടുങ്കാറ്റിൽ, ചുഴലിക്കാറ്റിൽ, ചുഴലിക്കാറ്റ് അത് വലിയൊരു കാറ്റാ, ഭയങ്കര കാറ്റാ. അതിഭയങ്കരമായി അടിച്ചു വീശിയ ചുഴലിക്കാറ്റിൽ ആദിനെ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു ചെയ്തത്. ചറചറാ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്. ആ കാറ്റില് ആദ് തകർന്ന് തരിപ്പണമാകുകയാണ്. 7 രാത്രി ആ കാറ്റ് തുടർന്നു. 8 പകലും 7 രാത്രിയും, ഒരാഴ്ച ഫുള്ള് ആ കാറ്റോട് കാറ്റ്. ആദിന്റെ കോട്ടകൾ തകർന്നു. ഏതാണ് ഈ ആദിന്റെ കോട്ട? അല്ലാഹു അക്ബർ. അല്ലാഹു തആല പറഞ്ഞു, അലം തറ കൈഫ ബിആദിൻ ഇറമദാത്തിൽ ഇമാദ് അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ അത്തരത്തിലൊരു പാർട്ടി ഉണ്ടായിട്ടില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവുകയില്ല. അതാണ് ആദിന്റെ സമൂഹം. പാറകൾ തുരന്ന് അതിൻ്റെ ഉള്ളിൽ ഗുഹയുണ്ടാക്കി, ആ ഗുഹക്കകത്ത് കോട്ടകൾ പണിത്, ആ കോട്ടക്കകത്ത് പട്ടാളത്തെ വിന്യസിപ്പിച്ച് ഹൂദ് നബിയെയും സാലിഹ് നബിയെയും ഹൂദ് നബിയെയും മുസ്ലിമീങ്ങളെയും നശിപ്പിച്ചില്ലാതാക്കാൻ വേണ്ടി മെനക്കെട്ട ആദ്, ആ ആദിനെ നശിപ്പിച്ചതായി പറഞ്ഞത്. 7 പകലും 8 രാത്രി, 7 രാത്രിയും 8 പകലും ചറചറാടിക്കുന്ന കാറ്റിൽ നിലംപരിശാക്കി. ഹുസൂമ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫതറൽ ഖൗമ ഫീഹാ. ആ 8 ദിവസത്തില് ഈ ഖൗം എന്തായി? അവരെ കടപുഴകി വീണു. കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ. വലിയ വലിയ ഈത്തപ്പന മരങ്ങൾ കാറ്റത്ത് കടപുഴകി വീഴുന്നത് പോലെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത തടിയും വണ്ണുള്ള ആ ആൾക്കാര് കടപുഴകി വീണ് എല്ലാം ചത്ത് മലർന്നു മയ്യത്തായി. ഓ മുഹമ്മദ് നബി, ഒരാളെ പോലും ബാക്കിയാക്കിയിട്ടില്ല, ഒരു ഈത്തപ്പന മരം പോലും ബാക്കിയാക്കിയിട്ടില്ല. അവർക്ക് വേണ്ടി കംപ്ലീറ്റ് നശിപ്പിച്ച് കാലിയാക്കി. ആരാ കേൾക്കുന്നത്? ഇപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തെ ഏറ്റവും വലിയ സാഹിത്യകാരനാണ് ഉമർ റളിയല്ലാഹു അൻഹു. നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയുന്ന ആളും ബുദ്ധിജീവിയുമാണ്. വളരെ ചെറിയ ന്യൂനപക്ഷത്തിനെ അന്ന് എഴുതാനും വായിക്കാനും അറിയുള്ളൂ. വലീദിനെ പോലെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല പെട്ടതാണ്. നന്നായിട്ട് അഷ്റഫുൽ ഹക്കിന്റെ വാക്കുകൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാതെ കോരിച്ചരിപ്പിച്ചു. പിന്നീട് സംഭവിച്ചത് എന്താണ്? അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തആല നമുക്ക് നമ്മുടെ ദീൻ പഠിപ്പിച്ചു തരികയാണ്. സലഫിയത്തിന്റെ രാജാവാക. അല്ലാഹു അക്ബർ. അതിനാണ് ഞാൻ ഇങ്ങനെ കൃത്യമായി പറഞ്ഞു തരുന്നത്, എനിക്കും നിങ്ങൾക്കും വേണ്ടി. അത് ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വളരെ എണ്ണച്ചുട്ട ആൾക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന വിഷയം. ഹിദായത്ത് കിട്ടിയവർക്ക് ഇസ്തിഖാമത്തിനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് എൻ്റെ നഫ്സോടും നിങ്ങളോടും എൻ്റെ ശബ്ദം കേൾക്കുന്ന മാലോകരോടും. ഇസ്തിഖാമത്തിന് വേണ്ടി നാം ചെയ്യേണ്ട ജോലി, അതെ, ഷഹാദത്ത് നിലനിർത്തിയേ പറ്റൂ. ആ ഷഹാദത്ത് നിലനിർത്താനുള്ള കാര്യം അല്ലാഹു തആല അതിന് ഉണ്ടാക്കി കൊടുക്കുന്ന വഴി ബഹുമാനപ്പെട്ട സഹാബാക്കളിൽ നിന്ന് വേണം ചരിത്രം നാം പഠിക്കാൻ. അഷ്റഫുൽ ഖൽഖ് ആദ്യത്തെ പ്രബോധിതർ റസൂലുള്ളാഹി തങ്ങളുടെ ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥികളെ വരാൻ. അവരിൽ നിന്ന് വേണം നാം നമ്മുടെ ദീനും ദേവത്വം പഠിക്കാൻ. നമ്മുടെ ഷഹാദത്ത് നിലനിർത്താനുള്ള വഴികളും പഠിക്കാൻ അവരിൽ നിന്ന് വേണം. എന്നാലേ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഖത്താബിന്റെ മകൻ ഉമർ അത്ഭുതത്തോടുകൂടി ഒളിഞ്ഞിരുന്ന് കേൾക്കുകയാണ്. സ്വയം മറന്നിരിക്കുകയാണ് ഖത്താബിന്റെ മകൻ ഉമർ. ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. പിറകെ പറയുന്ന വാക്കുകൾ അതിന് സാക്ഷിയാണ്. അഷ്റഫുൽ ഖൽഖ് ഗൗരവമുള്ള സൂറത്തുൽ ഹഖ് വല്ലാത്തൊരു സൂറത്താണ്. ഗരഗംഭീരമായ സംഭവങ്ങളാണ് വിശദീകരിക്കുന്നത്. അത് റസൂലുള്ളാഹി തങ്ങളെ ഈണത്തിലും രാഗത്തിലുമാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു അവസാനം ഖിയാമത്ത് നാളിലെത്തി റസൂലുള്ളാഹി തങ്ങളുടെ ഓത്ത്. ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖത്തൻ വാഹിദ. സൂറി എന്ന കാഹളത്തിൽ ഓതുന്നിടത്തെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി അവിടെ എത്തി. അന്നത്തെ ദിവസം ആകാശവും ആ ഭൂമിയും പർവ്വതങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഫതുക്കത്ത ദക്കത്തൻ വാഹിദ, പൊട്ടിപ്പൊളിഞ്ഞ് തകിട് പൊടിയാകുന്ന ദിവസം.
അങ്ങനെ ഖിയാമത്ത് നാളിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ ഓതിയിട്ട് എവിടെ എത്തി? ഇപ്പോൾ മഹ്ശറയിലെത്തി. എന്താണത്? അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. മനസ്സിലാക്കിയേ പറ്റൂ. മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചില്ലറ തൗഫീഖല്ല. അതുകൊണ്ട് ധൈര്യമായി ഏറ്റെടുക്കുക ഷഹാദത്തിന്റെ രാജവാദ. അഷ്ഹദു, ഞാൻ തയ്യാറാണ് അല്ലാഹുവേ, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്കെൻ്റെ അല്ലാഹ് മതി ഇനി അങ്ങോട്ട്. വാഷ്ഹദു, ഇനിയും ഞാൻ തയ്യാറാണ്, അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, എനിക്കെൻ്റെ മുഹമ്മദ് നബി മതി നായകനായിട്ട്, വേറെ ആരും എനിക്ക് ആവശ്യമില്ല. ഞാൻ ആ കടും ഭാഷത്തിൽ മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. പ്രസംഗം കെട്ടിട്ട് ഇടുന്ന് ഇറങ്ങിയ ശൈത്താൻ വരും. ഖത്താബിൻ്റെ മകൻ ഉമറിൻ്റെ അടുത്ത് ശൈത്താൻ പറഞ്ഞതുപോലെ. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിൽ ഒരുപാട് തൗഫീഖ് നസീബാക്കട്ടെ. ഇൽമനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. നമ്മുടെ രോഗികളോട് അല്ലാഹു തആല കരുണ കാണിക്കട്ടെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ, ചിലർ ആശുപത്രികളിലാണ്, ചിലർ വീടുകളിലാണ്, കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, അല്ലാഹു തആല അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫായി നസീബാക്കി കൊടുക്കട്ടെ. അസ്ബാബുകളെ പരിഗണിക്കാതെ അല്ലാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ഇടപെടുകയും അല്ലാഹു തആല അവൻ്റെ മുത്തലഖായ ഖുദ്റത്ത് കൊണ്ട് അവർക്ക് ശിഫായി നസീബാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ഗർഭിണികൾക്ക് സുഖപ്രസവം അല്ലാഹു നസീബാക്കി കൊടുക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയവർ, ബാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാർ ബർസഖിൻ്റെ ലോകത്താണ്. ചിലർ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല റാഹത്തിൽ, നല്ല സന്തോഷത്തിലാണ്. മറ്റു ചിലർ എന്തോ കാരണത്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രയാസത്തിലും വിഷമത്തിലുമാണ്. അള്ളാഹു തആല എല്ലാവർക്കും അള്ളാഹിൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന ആ ചെറിയ ന്യൂനപക്ഷത്തോടൊപ്പം കഴിയാൻ എന്താണോ വേണ്ടത് അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കട്ടെ. നമ്മൾ മരിച്ച് ബർസഖിലെത്തുമ്പോൾ നാം അവരുമായി ചെന്ന് ചേരുമ്പോൾ ആ ചെറിയ ന്യൂനപക്ഷത്തോടൊപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ കഴിയുന്ന അള്ളാഹിൻ്റെ സ്വന്തവും ബന്ധുവായ ആ ചെറിയ ന്യൂനപക്ഷത്തോടൊപ്പം ചെന്ന് ചേരാൻ എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് ആ രാജപാതയിൽ നമ്മളെ ചേർത്ത് തരട്ടെ. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വർ റസൂലിൽ മുർത്തള വഖാല മുഖ്ബിറൻ വ ആമിറ ഇന്നല്ലാഹ വമലൈകത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم ارض عن شر خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عن كل واحدهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم وجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا. اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. اللهم اكتب الستر والسلامة علينا وعلى والدينا واولادنا وازواجنا وعلى جميع الحجاج والغزاة حجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادرين والدين في برك وبحرك أجمعين يا رب العالمين.